അമേരിക്കയിലെ കുപ്രസിദ്ധ ശതകോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം പുറത്ത്. ജെഫ്രി എപ്സ്റ്റീൻ മൊസാദ് ഏജന്റ് ആയിരുന്നുവെന്നാണ് FBI രേഖ പുറത്തുവരുന്നത്. എപ്സ്റ്റീന്റെ സുഹൃത്തും മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായ എഹൂദ് ബരാക്കിന്റെ കീഴിൽ പരിശീലനം നേടിയതായും രേഖയിൽ പറയുന്നു. എന്നാൽ എപ്സ്റ്റീൻ ഇസ്രായേലിനായി പ്രവർത്തിച്ചുവെന്ന വാദം തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു. എപ്സ്റ്റീനും എഹൂദ് ബരാക്കും തമ്മിലുള്ള അസാധാരണമായ ബന്ധം എപ്സ്റ്റീൻ ഇസ്രായേലിനായി പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ സൂചനയല്ല, അത് നേരെ മറിച്ചാണ് തെളിയിക്കുന്നത്. നെതന്യാഹു എക്സിൽ പങ്കുവച്ചു. പ്രതിഷേധ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ധനം നൽകുക, അസ്വസ്ഥത വളർത്തുക, തെറ്റായ മാധ്യമ വിവരണങ്ങൾ നൽകുക എന്നിവയിലൂടെ തന്റെ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ബരാക്ക് ദീർഘകാലമായി ശ്രമിക്കുകയാണെന്നും നെതന്യാഹു ആരോപിച്ചു. 2007-നും 2013-നും ഇടയിൽ പ്രതിരോധ മന്ത്രിയായും സേവനമനുഷ്ഠിച്ച എഹൂദ് ബരാക്കും എപ്സ്റ്റീനും തമ്മിൽ ദീർഘകാല ബന്ധമുണ്ടെന്ന് അടുത്തിടെ പുറത്തിറങ്ങിയ മറ്റ് ഫയലുകളും വെളിപ്പെടുത്തുന്നുണ്ട്. ടെക് സ്ഥാപനമായ പാലന്തിറിൽ വെച്ച് എപ്സ്റ്റീൻ ബരാക്കിന് ഉപദേശം നൽകിയതായി മുൻ ബ്രിട്ടീഷ് മന്ത്രി ലോർഡ് പീറ്റർ മണ്ടൽസണിന് ഒരു ഊർജ്ജ കമ്പനിയിൽ ജോലി നൽകാൻ മുൻ ഇസ്രയേലി നേതാവിനോട് ആവശ്യപ്പെട്ടതായും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന് നൽകേണ്ട കൺസൾട്ടൻസി ഫീസിനെ കുറിച്ച് ചർച്ച ചെയ്തതായും രേഖകളിൽ പറയുന്നു. ബ്ലാക്ക്മെയിൽ പ്രവർത്തനങ്ങൾക്ക് എപ്സ്റ്റീൻ മൊസാദിന്റെ തുറുപ്പുചീട്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. 1980-കൾ മുതൽ എപ്സ്റ്റീനും കാമുകി ഗിസ്ലൈൻ മാക്സ്വെല്ലും ഇസ്രയേലി ഇന്റലിജൻസിനായി പ്രവർത്തിച്ചിരുന്നുവെന്ന മുൻ ഇസ്രയേലി ഇന്റലിജൻസ് ഓഫീസർ അരി ബെൻ മനാഷയുടെ വാക്കുകൾ ഇത്തരം അവകാശവാദങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. വിവാദപരമായ മറ്റു പല ആരോപണങ്ങളും ഈ രേഖയിലുണ്ട്. പ്രൊഫസർ ഡെർഷോവിറ്റ്സിന് മൊസാദുമായി ബന്ധമുണ്ടെന്നും സിലിക്കൺ വാലിയിലെ ഒരു വെഞ്ചർ ഫേമിനെതിരെ സാങ്കേതികവിദ്യ മോഷ്ടിച്ചുവെന്ന ആരോപണവും ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറുടെ കുടുംബത്തിന് ഇസ്രയേലുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന പരാമർശവും ഇതിലുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾക്കൊന്നും കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം എപ്സ്റ്റീനും എഹൂദ് ബരാക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇരുവരും ദീർഘകാലമായി സമ്പർക്കം പുലർത്തിയിരുന്നതായും എപ്സ്റ്റീനെ പലതവണ കണ്ടിട്ടുണ്ടെന്നും ബരാക്ക് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ തെറ്റായ രീതിയിലുള്ള യാതൊരു ബന്ധവും തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ബരാക്കും എപ്സ്റ്റീനും തമ്മിലുള്ള അടുത്ത ബന്ധം എപ്സ്റ്റീൻ ഇസ്രയേലിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതിന് തെളിവല്ലെന്ന് നെതന്യാഹു പറഞ്ഞതും ചർച്ചകൾക്ക് വഴിവെച്ചു. ഒപ്പം തന്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബരാക്ക് ദീർഘകാലമായി ശ്രമിക്കുകയാണെന്നും ആരോപിച്ച് നെതന്യാഹു രാഷ്ട്രീയ കടന്നാക്രമണവും നടത്തി. ചുരുക്കത്തിൽ എപ്സ്റ്റീൻ ഒരു ചാരനായിരുന്നു എന്ന അവകാശവാദം നിലവിൽ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ മാത്രമാണുള്ളത്. ഇസ്രയേൽ സർക്കാർ ഇത് നിഷേധിച്ചതോടെ കേസ് ആരോപണ പ്രത്യാരോപണങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. സിനിമാ കഥകളെ വെല്ലുന്ന ജീവിത കഥയാണ് ജെഫ്രി എപ്സ്റ്റീന്റേത്. അമേരിക്കയിൽ ശതകോടീശ്വരനായി വളർന്ന് ഒടുവിൽ ലൈംഗിക കുറ്റവാളിയായി മൺമറഞ്ഞ വിവാദ വ്യവസായിയാണ് എപ്സ്റ്റീൻ. കോടീശ്വരന്മാർക്കായി വിരുന്നുകളും നിശാ പാർട്ടികളും സംഘടിപ്പിച്ചിരുന്ന എപ്സ്റ്റീൻ പിന്നീട് സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റത്തിനാണ് അഴിക്കുള്ളിലായത്. 2008-ൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റസമ്മതം നടത്തിയതോടെയാണ് എപ്സ്റ്റീൻ ആദ്യമായി അറസ്റ്റിലാവുന്നത്. അറസ്റ്റിലായി വെറും 13 ദിവസത്തിനിപ്പുറം അയാൾ പുറത്തിറങ്ങി. 2019 ജൂലൈയിൽ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തിയെന്ന കുറ്റത്തിന് വീണ്ടും അറസ്റ്റിലായി. തൊട്ടടുത്ത മാസം ജയിലറയിൽ എപ്സ്റ്റീൻ മരിച്ചു വീണു. ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് പ്രകാരം എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തിരിക്കാമെന്നാണ് വ്യക്തമാകുന്നത്. എങ്കിലും ഇത് സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാവുകയാണ്. ജെഫ്രിയുടെ മരണത്തിന് ശേഷം ഇയാളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവർക്കെതിരായ നിയമ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പോപ്പ് രാജാവ് മൈക്കൽ ജാക്സൺ, നടൻ അലക്സ് ബോൾഡ്വിൻ, ചലച്ചിത്ര നിർമ്മാതാവ് ഹാർവി വെയ്ൻസ്റ്റൈൻ, ആൻഡ്രൂസ് രാജകുമാരൻ എന്നിവർ ജെഫ്രി എപ്സ്റ്റീന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുണ്ടായിരുന്ന എണ്ണമറ്റ സെലിബ്രിറ്റികളിൽ ഉൾപ്പെടുന്നുണ്ട്. ലൈംഗിക അടിമകളെന്ന് തോന്നിപ്പിക്കും വിധം പല പെൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അവരിൽ പലരെയും പ്രമുഖർക്ക് കാഴ്ചവെച്ചെന്ന ലോകത്തെ ഞെട്ടിച്ച തുറന്ന പറച്ചിലുകളും എപ്സ്റ്റീൻ നടത്തി. അമേരിക്ക വീണ്ടും ട്രംപിന്റെ കയ്യിലായതോടെ എപ്സ്റ്റീൻ ഫയലുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വീണ്ടും തീപിടിച്ചിരുന്നു. ആഘോഷരാവുകളിൽ എപ്സ്റ്റീനൊപ്പമുള്ള ട്രംപിന്റെ ചിത്രങ്ങൾ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ചു. അങ്ങനെ നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടാൻ ട്രംപ് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.